നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വിനയ്, എന്തറിയാ? കമ്പനിയിൽ നടക്കുന്ന കാര്യങ്ങൾ വല്ലതും നിങ്ങൾ അറിയുന്നുണ്ടോ? അവിടെ എന്ത് സംഭവിച്ചു? നിങ്ങൾ പ്യൂണാക്കിയവൻ വീണ്ടും ഓഫീസിൽ കയറി അക്കൗണ്ട്സും മറ്റും പരിശോധിക്കാൻ തുടങ്ങി. അല്ല, നീ എന്തായി പറയുന്നത്? വിശാൽ അവിടെ അക്കൗണ്ട്സ് പരിശോധിക്കുകയാണെന്ന്. അവനോടാരാണ് അക്കൗണ്ട്സ് നോക്കാൻ പറഞ്ഞത്? അമ്മയിലായിരുന്നു അവിടെ. അമ്മ തന്നെയാ അയാളെ അതിന് നിയോഗിച്ചത്. ഈ അമ്മ എന്തിനാ അവനെ അതിനെ അനുവദിച്ചത്? ഒഫീഷ്യൽ കാര്യങ്ങളിൽ അവനെ ഒരിക്കലും ഇടപെടുത്തരുതെന്ന് ഞാൻ അമ്മയോട് പ്രത്യേകം പറഞ്ഞിട്ടുള്ളതല്ലേ. എന്നിട്ട് അമ്മ അത് മറന്നുപോയോ? അതോ അമ്മയ്ക്ക് അവനോട് സഹതാപം തോന്നി തുടങ്ങിയോ? അമ്മ ഞാൻ ഒന്ന് വിളിക്കട്ടെ. വേണ്ട വേണ്ട, ഇപ്പൊ വിളിക്കണ്ട. ഞാൻ പറയുന്നത് മുഴുവൻ കേക്ക്, എന്നിട്ട് വിളിച്ചാ മതി. അമ്മയോട് ഇതിപ്പോ തന്നെ ചോദിച്ചില്ലെങ്കിൽ എനിക്ക് സമാധാനം കിട്ടില്ലറിയാം. ഈ വിവരം ഞാൻ നിങ്ങളുടെ അമ്മയോട് ചോദിച്ചതാ. വിശാലിനെ തൽക്കാലം ഒതുക്കാൻ വേണ്ടി മാത്രമാണ് അക്കൗണ്ട്സ് പരിശോധിക്കാൻ ഏർപ്പെടുത്തിയെന്നാണ് ആന്റി പറഞ്ഞത്. അല്ല, അവനെ എന്തിനാ ഇപ്പൊ ഒതുക്കണം? അതിനു മാത്രം അവൻ എന്ത് പ്രശ്നം ഉണ്ടാക്കിയത്? വിനയ്, നമ്മുടെ കമ്പനി ഇപ്പോ നഷ്ടത്തിലാണ് നീങ്ങുന്നതെന്നുള്ള വിവരം കമ്പനിയിലെ തൊഴിലാളികൾ അറിഞ്ഞു കഴിഞ്ഞു. അതറിഞ്ഞിട്ട് അവര് വിശാലിനെ കണ്ട് പരാതിപ്പെട്ടു. അവരുടെ പരാതി കേട്ട് വിശാലും പാർവതിയും ചേർന്ന് ആന്റിയെ ക്വസ്റ്റ്യൻ ചെയ്തു. നഷ്ടം ഉടനെ പരിഹരിച്ചില്ലെങ്കിൽ തൊഴിലാളികളെയും കൂട്ടി പ്രക്ഷോഭം തുടങ്ങുമെന്ന് പാർവതി ആന്റിയെ വെല്ലുവിളിച്ചു. അങ്ങനെ ഒരു മൂവ്മെന്റ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ആന്റി ഈ നാടകം കളിക്കുന്നത്. മുന്നും പിന്നും നോക്കാതെ അമ്മ അവനെ അക്കൗണ്ട്സ് ഏൽപ്പിക്കാൻ പാടില്ലായിരുന്നു. അത് ഞാൻ ആന്റിയോട് പറഞ്ഞു. ഇനി അവൻ നുഴഞ്ഞ് അക്കൗണ്ട്സ് കയറുവോ? പാർവതി കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ടാവും വിശാൽ ഇപ്പോ തല പൊക്കി തുടങ്ങിയത്. എന്നെ കമ്പനി സെക്രട്ടറി ആക്കിയത് എന്തിനാണെന്ന് അയാൾ ആന്റിയോട് ചോദിച്ചു. ഓഹോ, അപ്പൊ ഇത്രയൊക്കെ സംഭവ വികാസങ്ങൾ കമ്പനിയിൽ നടക്കുന്നുണ്ടല്ലേ? ഇതിങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. അവനെ അവളെ ഒതുക്കണം, ഒതുക്കിയേ തീരും. വിശാൽ എന്നെ ചോദ്യം ചെയ്തു എന്ന് അറിഞ്ഞപ്പോ മുതൽ എനിക്ക് കലി കയറി ഇരിക്കുക. നീ വിഷമിക്കണ്ടറിയാം, അവന്റെ അവളുടെ പത്തി ഞാനടിച്ച് താഴ്ത്തിക്കോളാം. ഉടനെ തന്നെ അത് ചെയ്യണം. ഇല്ലെങ്കിൽ ഒത്തിരി പ്രതിസന്ധികൾ നമ്മൾ നേരിടേണ്ടി വരും. കമ്പനി നഷ്ടത്തിലാണെന്നറിഞ്ഞ് അസ്വസ്ഥരായിരിക്കുന്ന തൊഴിലാളികളെ അവർക്ക് ഇളക്കി വിടാൻ എളുപ്പമാണ്. തൊഴിലാളികൾ പ്രക്ഷോഭത്തിനിറങ്ങിയാൽ പിന്നെ കാര്യങ്ങളെല്ലാം കൈവിട്ടു പോകും. അല്ല, കമ്പനി നഷ്ടത്തിലായതാണ് ഇപ്പൊ ഏറ്റവും വലിയ പ്രതിസന്ധി. അതെ, ഞാൻ തുറന്നു ചോദിക്കാണ്, ഷെയർ മാർക്കറ്റിലെ ശക്തമായൊരു തിരിച്ചുവരവിന് ഇനി നമുക്ക് സാധിക്കുമോ? എന്താ വിനയ്, എന്നെ വിശ്വാസമില്ലേ? ഇത് വിശ്വാസത്തിന്റെ പ്രശ്നമല്ല. ബിസിനസ് ലാഭകരമാക്കുമെന്ന് നീ തന്നെ ഉറപ്പ് നൽകിയതാണ്. അതിപ്പോ തെറ്റിയിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, കുറച്ചു ദിവസം കൂടെ കാത്തിരിക്കണം. മെല്ലെ മെല്ലെ മാത്രമേ നമുക്ക് മാർക്കറ്റ് നേടാൻ സാധിക്കൂ. അല്ല, എത്ര ദിവസം കാത്തിരിക്കണം? അതിനുള്ള ഉത്തരം പറഞ്ഞതാ. അതെനിക്ക് ഇപ്പൊ പറയാൻ പറ്റില്ല. കാത്തിരിക്കണം, അത്രേ ഉള്ളൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.